ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. പർപ്പിൾ ക്യാബേജ് തോരൻ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ഇതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. പർപ്പിൾ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് 1 കപ്പ്, സവോള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, തേങ്ങ ചിരകിയത് 1/4 കപ്പ്, വെളുത്തുള്ളി ചതച്ചത് 3-4 അല്ലി. തയ്യാറാക്കാനായി ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പിലയും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും, പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി മൂത്ത് വരുമ്പോൾ സവോള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോള എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ പർപ്പിൾ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സവോളയും ക്യാബേജും നന്നായിട്ട് മിക്സായി വരണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ക്യാബേജ് ഒന്ന് വേവാനായിട്ട് മൂടി ഒരു 5 മിനിറ്റ് ചെറുതീയിൽ വേവിക്കാം. ഇനി നമുക്ക് മൂടി തുറക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് ഒന്നുകൂടി ഒരു 2 മിനിറ്റ് ചെറുതീയിൽ തന്നെ വേവിച്ചെടുക്കണം. ഇനി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയായാൽ നമ്മുടെ പർപ്പിൾ ക്യാബേജ് തോരൻ റെഡിയായി കഴിഞ്ഞു. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ സൂപ്പറായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.